എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാംസങ് ടോപ്പ് ലോഡിൻ്റെ PCB ആണ് നോക്കുന്നത്. ഇത് 4 സ്വിച്ചിൻ്റെ PCB ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പവർ കൊടുത്താൽ ഇത് ഓൺ ആവും, പക്ഷേ ഫങ്ഷനിങ് ഒന്നും ആവത്തില്ല. അതാണ് ഇതിൻ്റെ പ്രോബ്ലം. ഫങ്ഷനിങ് ഒന്നും ആവത്തില്ല, ഓണായി അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ശബ്ദം കേൾക്കും, അതിൻ്റെ ബീപ്പൊക്കെ കേൾക്കും, പക്ഷേ വേറെ ഒന്നും ഫങ്ഷനിങ് ആവില്ല. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങളും. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്. പവർ ബട്ടൺ ഓണായി ഇങ്ങനെ നിൽക്കും. ഇതാവുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇത് പ്രഷർ സെൻസറിൻ്റെ എററാണ്, പക്ഷേ സ്റ്റാർട്ടാവില്ല. സ്റ്റാർട്ടാവുന്ന സമയത്ത് എന്താണ്, ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യും. റെഡ് കളർ LED ബ്ലിങ്ക് ചെയ്യും. ഇതിൽ ആ റെഡ് കളർ LED ബ്ലിങ്ക് ചെയ്യുന്നില്ല, ഫങ്ഷനിങ് ആവില്ല. ഇത് നമ്മുടെ ഇൻലെറ്റ് എടുക്കില്ല, പിന്നെ മോട്ടർ എടുക്കുക, വാഷിങ് നടക്കത്തില്ല, ഡ്രെയിൻ എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല. പക്ഷേ ഇതേ കണക്ക് അടിച്ച് നിൽക്കും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പിന്നെ ഈ വാട്ടർ സെറ്റ് ചെയ്ത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് അടിക്കുന്ന സമയത്ത് ഈ LED ബ്ലിങ്ക് ആവണം. ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പാടില്ല. അത് അണയുകയും ചെയ്താൽ മാത്രമേ ഇൻലെറ്റ് എടുക്കത്തുള്ളൂ. ഇതൊരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. ഈ 4 സ്വിച്ചിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബാക്കി എല്ലാ ബോർഡുകളിലും വരുന്നുണ്ടെങ്കിലും ഈ 4 സ്വിച്ചിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു റെഡ് കളർ LED ബ്ലിങ്ക് ചെയ്യാതെ സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് പ്രശ്നമാണ്, സ്റ്റാർട്ട് എടുക്കത്തില്ല ഇത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒപ്റ്റോ കപ്ലർ, ഒരെണ്ണം ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു ഡയോഡ്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഒപ്റ്റോ കപ്ലർ ഏറ്റവും കൂടുതലും പോകുന്നത് ഈ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഈ ഡയോഡ് പോയാലും വരും, ഈ ഒപ്റ്റോ കപ്ലർ പോയാലും ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് ഡൗട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോയി വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസാണ്. ഇത് 100K ആണ്, 100 കിലോ ഓംസ് വരും. ഇതിൻ്റെ വാല്യൂ ഓപ്പൺ ആവുകയും ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കാം, ഈ ഒരു റെസിസ്റ്റൻസ് കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം ഈ ഡയോഡ്, ഇത് കംപ്ലൈൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഒപ്റ്റോ കപ്ലർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കേണ്ടി വരും. ആദ്യം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഒന്ന് അഴിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പിറക് സൈഡിലത്തെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യാം. അതിരിക്കുന്ന സൈഡ് നോക്കിയിട്ട്, അതിരിക്കുന്നത് ഈ ഒരു പാർട്ടിനകത്താണ്. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഷീൽഡ് ഇളക്കിയിട്ടുണ്ട് ഇതിൻ്റെ പിറകിലത്ത്. ഇനി നമുക്ക് ഇതാണ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസാണ് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ അടുത്ത വാക്സ് ആദ്യം ഒന്ന് ഇളക്കാം. അപ്പോൾ അടുത്ത വാക്സ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ട് അത് ഓംസ് മോഡിലോട്ട് സെറ്റ് ചെയ്യാം. ഓംസ് മോഡിലിട്ടിട്ട് ഇതിൻ്റെ ഓംസ് ചെക്ക് ചെയ്യാം. ഉണ്ടോ, ഇതിൽ ഒന്നും കാണിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു റെസിസ്റ്റൻസ് പോയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതും ഈ റെസിസ്റ്റൻസ് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. റെസിസ്റ്റൻസ് തന്നെയാണ് കംപ്ലൈൻറ്റ്. ഈ റെസിസ്റ്റൻസ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം.
100 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസാണ്. ഈ റെസിസ്റ്റൻസിൽ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല, ഇത് ഓപ്പണാണ്. അതിന് പകരം നമുക്ക് ഇവിടെ 100 കിലോ ഓംസ് 1 വാട്ട് റെസിസ്റ്റൻസ്, അത് ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് ഈ ലൈറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കാതെ ബ്ലിങ്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നേരത്തെ സ്റ്റഡി ആയിട്ടാണ് ഇന്ന് ബ്ലിങ്ക് ആകൂലായിരുന്നു, ഇപ്പോൾ അത് കറക്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പ്രഷർ സെൻസറിൻ്റെ എററിലോട്ട് പോകും. നേരത്തെ ഇത് ബ്ലിങ്ക് ആവാതെ നിന്നിട്ട് പ്രഷർ സെൻസറിലോട്ടുള്ള എറർ പോകും. ആ സമയത്ത് നമ്മൾ പ്രഷർ സെൻസറെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇൻലെറ്റോ ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്താൽ മതി. ആദ്യം ഇത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം, റെസിസ്റ്റൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയോഡ് ചെക്ക് ചെയ്യണം, ഡയോഡ് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്റ്റോ കപ്ലർ മാറിക്കൊടുത്താൽ മതിയാവും. ഇത് കറക്റ്റ് ഇതേ സെയിം റണ്ണിങ്ങിലോട്ട് വന്നോളൂ. ഈ ഒരു 3 കാര്യത്തിൻ്റെയും പ്രോബ്ലം കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഒരു ബോർഡിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.